സുബൈർ ഖാൻ നമസ്കാരം. നമസ്കാരം. നമ്മളെ കൂടെ ഉള്ളത് ഇന്നിപ്പം ഒരു മരമുറി ജോലിയിൽ ഏർപ്പെടുന്ന സുബൈർക്കാണ്. അപ്പം മരമുറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് റിസ്ക് ഉള്ള, ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട, വളരെ പെട്ടെന്ന് ഐഡിയ കിട്ടേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ നമുക്ക് സുബൈർ ഖാനോട് ചോദിക്കാം. സുബൈർ ഖാൻ, എത്ര വർഷമായി നിങ്ങൾ ഈ മരമുറി ജോലിയിലേക്ക് ഏർപ്പെട്ടിട്ട്? ഞാൻ എന്റെ ഫാദറിന് ഈ ജോലിയായിരുന്നു. ഓഹോ, അപ്പൊ അദ്ദേഹമാണ് ഗുരു? അദ്ദേഹമാണ് ഗുരു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം എന്റെ 12ാം വയസ്സിൽ ഞാൻ കയറി പിടിക്കാനും കാര്യത്തിന് അസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 43 വയസ്സായി. അപ്പൊ ഏകദേശം ഒരു 30-32 വർഷത്തോളം ഈ മേഖലയിൽ തന്നെ, മറ്റൊരു മേഖല അല്ല, ഈ മേഖല തന്നെ അധികം കൂടുതലായിട്ടും ചെയ്ത്. പിന്നെ കുറച്ചു കാലം പ്രവാസ ജീവിതം നയിച്ചിട്ടുണ്ട്. ഓ, ഗൾഫിലും പോയി. അവിടെ എന്തായിരുന്നു ജോലി? അവിടെ ഡ്രൈവറായിട്ട്. അപ്പൊ ഡ്രൈവർ ഡ്യൂട്ടി ആണോ നല്ലതായിട്ട് തോന്നിയതാണോ? അല്ല, ഓരോന്നിനും അതിന്റേതായ റിസ്ക്കും അതിന്റേതായ എളുപ്പങ്ങളും ഉണ്ടാവുമല്ലോ. പക്ഷെ മരമുറി എന്ത് തന്നെ ആയാലും ഭയങ്കര റിസ്ക് ഉള്ള ജോബല്ലേ? അതെ. പക്ഷെ എന്താണ് നമ്മളെ നാല് കോണ് മുട്ടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കും. കുറച്ച് എന്താ പറയാ, കൂലിയൊക്കെ അധികം കിട്ടുന്ന ഒരു വർക്ക് ആയതുകൊണ്ട്. ഇതിന് കൂലി അധികം, ശമ്പളം, നമുക്ക് വരുമാനം അധികം ഉണ്ടാവും. ഉച്ച വരെയാണോ പണിയെടുക്കുക? അതെ, ഞാൻ രാവിലെ 7 മണി തുടങ്ങിയിട്ട് 2 മണി വരെ. 2 മണി വരെ വർക്ക് ചെയ്യും. ശരി. അപ്പം ഭക്ഷണമൊക്കെ നമ്മള് എങ്ങനെയാ? ഭക്ഷണമൊക്കെ ഇതുവരെ എങ്ങനെ ഹോട്ടലിലൊക്കെ ആയിട്ടായിരിക്കും കഴിക്കുക. പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. കുറച്ചും കൂടെ നല്ല ഫുഡ് കഴിക്കാലോ അല്ലേ? പിന്നെ വേറെ സഹായത്തിന് ഒരാളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണ് പോവുക? അതെ അതെ. കക്ഷീന്റെ പേരെന്താ? മുനീർ. വീടിന്റെ അയൽവാസിയാണോ? അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാരനാണ്. അപ്പം ഇപ്പം ഒരുപാട് ഭയങ്കര റിസ്ക് ഉള്ള ജോബൊക്കെ ചെയ്യലുണ്ടല്ലേ? വീടിന്റെ തൊട്ടടുത്ത് തെങ്ങ്, കവുങ്ങ്, അങ്ങനെയൊക്കെ. കവുങ്ങല്ല, അത്തരം വലിയ റിസ്ക് ഉള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോഴെങ്ങനെ കൂലിക്ക് വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കൂലിയാണ്, ഒരു ദിവസത്തെ കൂലി ഇത്ര എന്നുള്ളതാണ് നിശ്ചിത കൂലി. പിന്നെ നമ്മൾ ചെറിയ പണികൾക്ക് പോകും. അത് റിസ്ക് പണികളാണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ മാറ്റങ്ങളുണ്ടാവും. കൂലിയിൽ മാറ്റം ഉണ്ടാവും. കാരണം അതിന് അധ്വാനം കൂടുമല്ലോ. അധ്വാനം കൂടും. അത് ശരിയാണ്. പിന്നെ ബാലുശ്ശേരിക്ക് അടുത്താണോ വീട്? ബാലുശ്ശേരി കണ്ണാടി പൂനത്ത് എന്ന് പറയുന്നത്. പൂനത്ത്. ബാലുശ്ശേരി കണ്ണാടിപ്പൊയിൽ ഭാഗത്തില്ലേ? അപ്പൊ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി? അതെ അതെ അതെ. മക്കളൊക്കെ പഠിക്കുകയായിരിക്കും? മക്കൾ പഠിക്കും. മോള് 10ാം ക്ലാസ്സിലാണ്, മോന് 7ാം ക്ലാസ്സിലാണ്. വെരി ഗുഡ്. പിന്നെ ഒരാള് 1ാം ക്ലാസ്സിലാണ്. 3 കുട്ടികളാണോ? ഇതിന് ഒരു ദിവസം നമുക്കൊരു എത്ര രൂപ, അങ്ങനെ ചോദിക്കല്ല, എത്ര രൂപ വരെ ശമ്പളം നമുക്ക് കിട്ടും അനുകൂലി? നമ്മളെ ഇതിന് എക്സ്പെൻസ് കൂടുതലാണ്. ഇപ്പൊ പെട്രോൾ വേണോ, അങ്ങനെയുള്ള കുറെ ചെലവുകളുണ്ടാവും. ആ മിഷൻ ഒരു 1000 റുപ്യന്റെ അടുത്ത് എന്തായാലും ഒരു ദിവസം നമുക്ക് ചെലവുണ്ടാവും. അതായത് പെട്രോളും ഓയിലും അതുപോലെ ഇതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് ഒരു ആവറേജാ പറയുന്നത്. കഴിച്ചൊരു 2-3 റുപ്യന്റെ അടുത്ത് നമുക്ക് ചെലവുണ്ടാവും. ഒഴിഞ്ഞു കിട്ടും. അത്ര റിസ്ക് ഉണ്ടല്ലോ. ഭയങ്കര ഹാർഡ് വർക്ക് അല്ലേ? കാണുമ്പോ പേടിയാവും നമുക്ക്. ഈ മരമൊക്കെ ഇങ്ങനെ കഷ്ണമൊക്കെ വീഴുന്നത് കാണുമ്പോ ഭയങ്കര പേടിയല്ലേ? പിന്നെ ഇതിന്റെ മെഷീന് അതിലത്തെ എത്ര ലിറ്റർ പെട്രോളാ വരിക? അതിന്റെ ടാങ്ക് എത്ര ലിറ്റർ വരും? അത് 450 മുതൽ 500 വരെ വരും. അതിന് കൂടെ ഓയിൽ ഒഴിക്കണോ? അതില് നമ്മളെ 2T ഓയിലില്ലേ, നമ്മളെ പിന്നെ ആദ്യം യമഹ ഉപയോഗിക്കുന്നത്, അതുപോലെ രണ്ടും മിക്സ് ആക്കി ഒഴിക്കുക. അത് ശരി. അപ്പൊ 450 ഗ്രാം പെട്രോളിന്റെ കൂടെ 450 ഗ്രാം ഓയിൽ ഒഴിക്കണം? അത്ര വേണ്ട. അതായത് പിന്നെ 1 ലിറ്റർ പെട്രോളിന് നമുക്ക് 40 മില്ലി ഓയിൽ മതി. 40 മുതൽ 50 വരെ. അപ്പൊ 1/2 ലിറ്റർ ആകുമ്പോ അതിന്റെ പകുതി ഒരു 250 ഒക്കെ. 200 അങ്ങനെ 200 അല്ല, 20 മില്ലി. 20 മില്ലി. 22 മില്ലി വരെ മതി അല്ലേ? 40 മില്ലിയാണ്. ഉച്ചക്ക് 2 മണി വരെയാണോ പണിയെടുക്കുക? അതെ അതെ അതെ. പിന്നെ വെയില് കാര്യം, മഴക്കാലത്ത് എന്താ ചെയ്യാ? മഴക്കാലം ഇതേ വർക്ക് ഉണ്ടാവും. പിന്നെ മഴക്കാലത്ത് കുറച്ചും കൂടി റിസ്ക് അല്ലേ ജോബ്? കുറച്ചുകൂടി റിസ്ക് ഉണ്ടാവും. വൈക്കല് ഉണ്ടാവും. പിന്നെ ഈ ഇലക്ട്രിക് ലൈനിന്റെ അടുത്തൊക്കെ കിട്ടുമ്പോ ഭയങ്കര റിസ്ക് ആയിരിക്കും അല്ലേ? അത് പിന്നെ കുറച്ചൊക്കെ നമ്മള് പിന്നെ അവിടെ എഴുതി കൊടുത്ത് കറണ്ടൊക്കെ ഓഫ് ചെയ്തിട്ട് പണി ചെയ്യും. അല്ലാതെ അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിട്ട്. ഓക്കെ. പിന്നെ ചിലത് ലൈനൊക്കെ അഴിച്ചു മാറ്റേണ്ടത്, അത് അങ്ങനെ അഴിച്ചു മാറ്റി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മള് ചെയ്യല്ല, അവരെ. അല്ല, അതുപോലെയൊക്കെ ഉള്ള വർക്കിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഓ, തീർച്ചയായും. ഏറ്റവും വിഷമം പിടിച്ച ഒരു മരമുറി മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? അങ്ങനെ ചോദിച്ചാൽ നമ്മളെ ദിവസവും ഇതേ പിന്നെ റിസ്ക് ആണ്. ഓരോ ദിവസം ഇപ്പൊ നമ്മൾ കണ്ടില്ല, അവിടെ നിന്ന് ഒരു പ്ലാവ് മുറിച്ചു. അതെ. റിസ്ക് ആണ്. അത് വീടിന്റെ അടുത്തുള്ള പ്ലാവ് ആണല്ലോ. തൂക്കി ഇറക്കുന്ന സമയത്തേ നമുക്ക് കുറെ ഭയം ഉണ്ടാവും. കാരണം ഈ മരത്തിനൊക്കെ കേടുകളൊക്കെ ഉണ്ടാവും. നമ്മളിരിക്കുന്ന ആ കൊമ്പ് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ ഒരു ദൈവ സഹായം കൊണ്ട്. പിന്നെ ഈ കയറും ഒരു പക്ഷേ കയറിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? കയർ കൂടല്ലേ തൂക്കി ഇറക്കുക?
ആയിക്കോട്ടെ സുബൈർക്ക്, ഒരുപാട് സന്തോഷം ഇന്ന് നമ്മുടെ തുഷാരം ബ്ലോഗ്സിന്റെ കൂടെ കുറച്ച് സമയം പങ്കിട്ടതിന്. താങ്ക് യു.